14 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ഒന്നാമത്തെ ശത്രു എന്ന തലക്കെട്ടോടു കൂടി 4ാമത്തെ പടിയുടെ ഭാഗമായ ബിഗ് ബുക്കിലെ ലിറ്ററേച്ചർ എന്നാണ്. വിദ്വേഷമാണ് പ്രധാന ശത്രു. തീർച്ചയായിട്ടും ഈ വിദ്വേഷമാണ് ശത്രു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാനായിട്ട് പ്രോഗ്രാമിൽ എത്തേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം. പല കാര്യങ്ങളിലും മറ്റുള്ള ആളുകൾക്ക് എന്നോട് വിദ്വേഷം ഉണ്ടായിരുന്നു, മറ്റുള്ളവർ എന്നോട് ദേഷ്യത്തിലാണ് പെരുമാറുന്നത് എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ എനിക്ക് പരാതിയും പരിവട്ടവും പറയുമ്പോൾ എനിക്ക് വിദ്വേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ നല്ല സമയമെടുത്തു. കാരണം ഞാൻ ദേഷ്യപ്പെടുന്നത് കാര്യമായ കാര്യത്തിനല്ല, അയാൾ എന്നോടത് പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നതെന്നാണ്. ഇനി ദേഷ്യം വരുന്നുണ്ട് എന്ന് പോലും അറിയാത്ത ചില സമയങ്ങൾ കടന്നു പോകാറുണ്ട്. അത് നീതിയുക്തമായ ദേഷ്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ദേഷ്യം ആവശ്യത്തിനാണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ജന്മവാസനയുടെ ഫലമായിട്ട് എല്ലാവർക്കും ദേഷ്യം വേണമെന്ന് കരുതുമ്പോൾ എന്നെ പോലെയുള്ള ഒരു മധ്യാസക്തൻ കരുതും എൻ്റെ ദേഷ്യം നീതിയുക്തമാണ്, അയാളോട് എനിക്ക് ദേഷ്യപ്പെടാൻ അർഹതയുണ്ടെന്നാണ്. അവിടെയാണ് നമുക്ക് ദേഷ്യം വരാൻ പല കാരണങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഒരു വണ്ടി നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി, സാധാരണ അത് ചിലപ്പോൾ ആൾക്കാർക്ക് ചീത്ത പറഞ്ഞാലോ വല്ലതും പറഞ്ഞാലോ വിടും. അവിടെ നമുക്കിതൊന്നും പറയാൻ പറ്റാത്ത നമ്മളെക്കാൾ കരുത്തനായ ഒരു ആളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഭയവും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാതെ വരുന്നു. അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി കരുത്തനായ ഒരാൾ നമ്മളെ വല്ലതും പറയുന്നു, അപമാനിക്കുന്നു, നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാതെയാകുന്നു. ഏറ്റവും പ്രധാന പ്രശ്നം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ ഈ വിദ്വേഷം കടന്നു വരാറുണ്ട്. നമ്മളെന്തെങ്കിലും ഷെയർ ചെയ്യുന്നതിൻ്റെ തൊട്ടു പിന്നാലെ നമ്മളെ ശരിയാക്കി തരാൻ ഓരോരുത്തരും ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വിദ്വേഷം അവിടെ കടന്നു വരാറുണ്ട്. അയാൾ എന്തിനാ അത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അയാളുടെ തെറ്റുകളിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകാറുണ്ട്. ഇത് നമുക്ക് കുഴപ്പമാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കടുത്ത വിദ്വേഷം എനിക്കുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുന്നു. എന്നെ മറ്റ് എല്ലാത്തിനേക്കാൾ കൂടുതൽ നശിപ്പിക്കും. ഇപ്പോൾ മുന്നിലുള്ള ആൾ തെറ്റ് ചെയ്തിരിക്കാം, വണ്ടി ചവിട്ടിയത് അയാളുടെ തെറ്റായിരിക്കാം, മറ്റാൾ ക്രോസ് ഷെയർ ചെയ്ത് അയാളുടെ തെറ്റായിരിക്കാം, എന്നെ പറ്റി മറ്റുള്ളവർ പറയുന്നത് അവരുടെ തെറ്റായിരിക്കാം. പക്ഷെ എനിക്ക് ആ വിദ്വേഷം കൊണ്ട് നടന്നാൽ എനിക്ക് കുഴപ്പമാണ്. അതാണ് ഇതിൻ്റെ കാര്യം. എനിക്ക് കുഴപ്പമാണ് വിദ്വേഷം എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. ആത്മീയമായ രോഗം അതാണ്. എനിക്കത് ഉള്ളിൽ കൊണ്ട് നടക്കുകയും എൻ്റെ ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പം ആ വിദ്വേഷം ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നമല്ല. പലപ്പോഴും ഈ വിദ്വേഷം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കും അറിയാം വിദ്വേഷം മാറ്റണം, വിദ്വേഷം കുഴപ്പമാണെന്ന് അറിഞ്ഞാലും ഈ വിദ്വേഷം മാറ്റാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടോ വേറൊരാൾ ദേഷ്യപ്പെടണ്ടോ എന്ന് പറഞ്ഞാൽ മാറുമോ? അങ്ങനെ മാറുകയാണെങ്കിൽ എളുപ്പമായിരുന്നല്ലോ. അങ്ങനെ മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ചരിത്രത്തിലേക്ക് നോക്കേണ്ട ഒരു കാര്യവും നമ്മുടെ ഭൂതകാല ജീവിതത്തിന്റെ പട്ടിക ഉണ്ടാക്കേണ്ട കാര്യമൊക്കെ കടന്നു വരുന്നത്. ഏറ്റവും പ്രധാനം എനിക്ക് വിദ്വേഷമുണ്ട് എന്ന ബോധ്യമായിരുന്നു. ആദ്യം എനിക്ക് വിദ്വേഷമുണ്ട്, ശക്തമായ രീതിയിൽ ആ വിദ്വേഷം എന്നെ നശിപ്പിക്കാൻ പോകുന്നതാണ്, എൻ്റെ ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തെ കാർന്നു തിന്നുന്നതാണ് എൻ്റെ വിദ്വേഷം. അത് ഏത് രീതിയിലായാലും കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമാണ് എന്ന ബോധ്യം. അവിടെയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള രോഗം മാത്രമല്ല എനിക്കുള്ളത്, മധ്യത്തെ ആദ്യത്തെ പെഗ് ചെന്നാലാണ്. പക്ഷെ ഈ ആദ്യത്തെ പെഗ് എടുപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള കുഴപ്പങ്ങൾ എൻ്റെ അടുത്തുണ്ട്. മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ, സാഹചര്യങ്ങൾ വരൽ, ഇവിടെ ഒക്കെ എനിക്ക് വിദ്വേഷമുണ്ട്. സാഹചര്യങ്ങളോട് വിദ്വേഷമുണ്ട്, പ്രസ്ഥാനങ്ങളോടുണ്ട്, ആളുകളോടുണ്ട്, നിരവധി കാര്യങ്ങളോട് എൻ്റെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളോട് വിദ്വേഷമുണ്ട്. അവിടെയാണ് ശാരീരികമായ രോഗബാധ മാത്രമല്ല, മാനസികമായ രോഗബാധ മാത്രമല്ല, അത് മദ്യം ചെല്ലുമ്പോഴേ ഉള്ളൂ. അതല്ലാതെയുള്ള ഏറ്റവും പ്രധാനമായ രോഗബാധ ആത്മീയമായ വ്യാധിയെ തരണം ചെയ്താൽ മറ്റു 2 കാര്യത്തിനെ എനിക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. കാരണം എന്താ? ആദ്യത്തെ പെഗ് എടുക്കാതിരുന്നാൽ മതി. ആദ്യത്തെ പെഗ് എടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മീയ രോഗത്തിനെ ഞാൻ ശരിയാക്കി എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വിദ്വേഷത്തെ കൃത്യമായി തിരിച്ചറിയുകയും ആ ഒന്നാമത്തെ ശത്രുവിനെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പറയുന്ന പ്രകാരം ഒരാളുടെ സഹായത്തോടു കൂടി തിരിച്ചറിയുക എന്നുള്ളതാണ്. മുന്നേ കടന്നുപോയ ഒരാളുടെ സഹായം വേണ്ട ഭാഗമൊക്കെ അതാണ്. എന്തുകൊണ്ടാണ് വിദ്വേഷം ഉണ്ടായിരുന്നു? 1-2 ആളുകളോടൊന്നുമല്ല, നിരവധി ആളുകൾ. ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ മിഠായി കടം ചോദിച്ചിട്ട് തരാതിരുന്ന ആ കടക്കാരനോട് തൊട്ട്, എൻ്റെ പെൻസിൽ കൊണ്ടുപോയി തരാത്ത എൻ്റെ സഹപാഠിയോട് തൊട്ട് നിരവധി ചെറുതും വലുതുമായ വിദ്വേഷങ്ങളാൽ ഉപരിതമായിരുന്നു എൻ്റെ ജീവിതം എന്ന തിരിച്ചറിവ്. അതിനെല്ലാം തന്നെ ഞാൻ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം. വിദ്വേഷമുണ്ടാകുന്ന
ഓരോ നിമിഷവും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതത്തിൽ എനിക്ക് വിദ്വേഷം ഉണ്ടാകുന്നതിനും ആ വിദ്വേഷത്തെ എളുപ്പം കളയാൻ പറ്റാത്തതിന്റെ കാരണവും എൻ്റെ സ്വഭാവത്തിലെ രീതികളാണ്, ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ചെറിയ കാലങ്ങൾ തൊട്ട് ആ മുതിർന്ന കാലം വരെയുള്ള ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ചരിത്രം ചകഞ്ഞെടുക്കേണ്ട ധാർമ്മിക നിലവാരത്തെ സത്യസന്ധതയോടുകൂടി എനിക്ക് മാറാനായി വിലയിരുത്തേണ്ടത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ വ്യക്തികളും പ്രസ്ഥാനങ്ങളും അതേപോലെയുള്ള ആളുകളെന്നും വേണ്ട എല്ലാവരുടെയും പട്ടിക, വിദ്വേഷത്തിന്റെ ലിസ്റ്റ്, ആ വിദ്വേഷത്തെ തിരിച്ചറിയാനുള്ള പ്രാഥമികമായ കാര്യം അത് ചെയ്താലാണ് എനിക്ക് ഇന്നത്തെ ദിവസം ജീവിക്കാൻ പറ്റുകയുള്ളൂ. ആ വിദ്വേഷത്തെ പതുക്കെ പതുക്കെ ഏടെ പ്രോഗ്രാം പറയുന്ന രീതിയിൽ കളയാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഏറ്റവും പരമപ്രധാനം, വിദ്വേഷമുണ്ട്, അത് എൻ്റെ കുഴപ്പമാണ് എന്ന തിരിച്ചറിവും എനിക്കത് മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അത് നല്ലതാണോ, അത് നീതിയുക്തമാണോ, അതൊക്കെ അവരുടെ പണിയാണ്. എൻ്റെ വിദ്വേഷത്തെ ഞാൻ കളയേണ്ടതുണ്ട്. എന്നാലാണ് എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുക. ഇത് ഏടെ നാലാമത്തെ പടി നമ്മൾ ചെയ്തു കഴിഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും കടന്നു വരേണ്ടതാണ്. കാരണം ജീവിതത്തിന്റെ യാത്രയിൽ ഓരോ ദിവസവും എനിക്ക് വിദ്വേഷമുള്ള ആളുകളുണ്ട്. നാലാമത്തെയും അഞ്ചാമത്തെയും പടി ചെയ്തു അല്ലെങ്കിൽ 10ാമത്തെ പടിയിൽ ഞാൻ വിലയിരുത്തൽ നടത്തിയാലും എന്നെ പോലെ ഒരു മധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം വിദ്വേഷമില്ലാത്ത ദിവസങ്ങളൊന്നുമില്ല, വിദ്വേഷമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പണ്ടത്തെക്കാളുള്ള ഗുണം 4ാമത്തെ പടി ചെയ്തുകൊണ്ട് ഇന്ന് ആ വിദ്വേഷത്തെ തിരിച്ചറിയാനും ആ കുഴപ്പം എൻ്റേതാണെന്ന് തിരിച്ചറിയാനും അതിന് കാരണമായ എൻ്റെ പ്രവൃത്തി എന്താണ്, അവർക്ക് വിദ്വേഷം വരാൻ അല്ലെങ്കിൽ എനിക്ക് വിദ്വേഷം വരാൻ എന്നുള്ള കാരണം. അപ്പോൾ എനിക്ക് വിദ്വേഷം വരാനുള്ള പ്രധാനമായ എൻ്റെ കുഴപ്പത്തെ തിരിച്ചറിയാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ ഒന്നാമത്തെ ശത്രു ഇന്ന് ജീവിക്കുന്നതിൽ നിന്നും ഇന്നത്തെ സന്തോഷത്തിൽ നിന്നും സംതൃപ്തിയിൽ നിന്നും എല്ലാം എന്നെ തടയുന്ന ആ ഒന്നാമത്തെ ശത്രുവിനെ എന്നും ഞാൻ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്ന നിങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.